സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 199 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ മൂന്നാമത്തെ ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ PDF തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഹൗ ആർ യു ഫീലിംഗ്? ഈ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ഇപ്പോഴത്തെ അസുഖമൊക്കെ ആയിട്ട് ഒരാൾ കിടക്കുമായിരുന്നു, അപ്പോൾ അയാൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണ് ഹൗ ആർ യു ഫീലിംഗ്. ഗ്രേറ്റ്, നന്നായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല കേട്ടോ. നോട്ട് ബാഡ്, കുഴപ്പമില്ല. റിയലി ഓഫുൾ, ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. ഹൗ ആർ യു ഫീലിംഗ്? ഗ്രേറ്റ്, നോട്ട് ബാഡ്, റിയലി ഓഫുൾ. ഹൗ വാസ് ദ പാർട്ടി? എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് എ ഗുഡ് ടൈം. നല്ല അടിപൊളിയായിരുന്നു. ബോറിംഗ്. ഹൗ വാസ് ദ പാർട്ടി? ഇറ്റ് വാസ് എ ഗുഡ് ടൈം. ബോറിംഗ്. ആർ യു റെഡി ടു ഓർഡർ? നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഓർഡർ ചെയ്യാൻ റെഡി ആയോ? വി നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. കുറച്ചും കൂടെ സമയം വേണേ പറയാവേ. ഐ വുഡ് ലൈക്ക് എ കോഫി പ്ലീസ്. എനിക്ക് ഒരു കാപ്പി വേണേ. ആർ യു റെഡി ടു ഓർഡർ? വി നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. ഐ വുഡ് ലൈക്ക് എ കോഫി പ്ലീസ്. വുഡ് യു ലൈക്ക് ചിക്കൻ ബിരിയാണി ഓർ ബീഫ് ബിരിയാണി? ചിക്കൻ ബിരിയാണി വേണോ അതോ ബീഫ് ബിരിയാണി വേണോ? ഐ വിൽ ഹാവ് ദ ചിക്കൻ. ഐ വിൽ ഹാവ് ദ ചിക്കൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ ബിരിയാണി മതി. വുഡ് യു ലൈക്ക് ചിക്കൻ ബിരിയാണി ഓർ ബീഫ് ബിരിയാണി? ഐ വിൽ ഹാവ് ദ ചിക്കൻ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? കുടിക്കാൻ എന്നാ വേണ്ടത്? ലൈം ജ്യൂസ് പ്ലീസ്. നാരങ്ങ വെള്ളം. ലൈം വാട്ടർ. ഇപ്പം നമ്മളിപ്പോൾ മലയാളം അതേപടി ഇംഗ്ലീഷിലേക്ക് മാറ്റുവാണെങ്കിൽ അതിന് ലൈം വാട്ടർ എന്ന് പറയണം അല്ലേ. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുണ്ണാമ്പ് വെള്ളം എന്നാണ് അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ അത് പറയരുത്. നത്തിങ് ഫോർ മീ, താങ്ക്സ്, എനിക്കൊന്നും വേണ്ട. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? ലൈം ജ്യൂസ് പ്ലീസ്. നത്തിങ് ഫോർ മീ, താങ്ക്സ്. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതും എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് ഡെലീഷ്യസ്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ഇറ്റ് വാസ് ഡെലീഷ്യസ്. ക്യാൻ ഐ ഗെറ്റ് യു എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ? നോ താങ്ക് യു. വേണ്ട, ഒന്നും വേണ്ട. ഐ എം റെഡി ഫോർ ദ ബിൽ പ്ലീസ്. ബില്ല് കൊണ്ടുവന്നു കേട്ടോ, നമ്മൾ പറയത്തില്ലേ. യെസ്, ക്യാൻ ഐ സീ എ ഡിസേർട്ട് മെനു? എനിക്ക് നമ്മളിപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ അവസാനം നമ്മൾ മധുരം കഴിക്കുമല്ലോ, പുഡിങ്, ഐസ്ക്രീം, ഇതിനൊക്കെ ഡിസേർട്ട് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇതിന് പറയുന്നത് ഡിസേർട്ട് എന്നാണ്. ഡിസേർട്ട്. ക്യാൻ ഐ ഗെറ്റ് യു എനിത്തിങ് എൽസ്? നോ താങ്ക് യു. ഐ എം റെഡി ഫോർ ദ ബിൽ പ്ലീസ്. യെസ്, ക്യാൻ ഐ സീ എ ഡിസേർട്ട് മെനു? ആർ യു ഹംഗ്രി? വിശന്നിരിക്കുവാണോ? വിശപ്പുണ്ടോ? യെസ് ഐ എം. ഇവിടെ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഐ എം ഹംഗ്രി എന്ന് പറയേണ്ട ആവശ്യമില്ല. യെസ് ഐ എം എന്ന് പറഞ്ഞാൽ മതി. നോ ഐ എം ഫുൾ. ഇല്ല, വയറ് നിറഞ്ഞിരിക്കുകയാണ്. ആർ യു ഹംഗ്രി? യെസ് ഐ എം. നോ ഐ എം ഫുൾ. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിം? അവനെപ്പറ്റി എങ്ങനെയുണ്ട്? അവൻ എങ്ങനെയുണ്ട്? ഈസ് ക്വൈറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. അവന് നല്ല സൗഹൃദം ഉള്ളവനാണ്, അതുപോലെ തന്നെ നല്ല സഹായിക്കുന്നവനുമാണ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിം? ഈസ് ക്വൈറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. മേ ഓപ്പൺ ദി വിൻഡോ? വിൻഡോ ഓപ്പൺ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യണോ എന്നൊക്കെ അർത്ഥം. സെർട്ടൻലി ഇറ്റ്സ് ഹോട്ട് ഇൻ ദ ഓഫീസ് ടുഡേ. തീർച്ചയായിട്ടും ചെയ്തു, ഓപ്പൺ ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു ഓഫീസിൽ. ഡു യു നീഡ് ഹെൽപ്പ്? എന്തെങ്കിലും സഹായം വേണോ? നോ ഐ എം ഗുഡ്, താങ്ക്സ് ഫോർ ആസ്കിങ്. ഇല്ല, എനിക്ക് സഹായമൊന്നും വേണ്ട, എന്നാലും താങ്ക്സ് കേട്ടോ. യെസ് പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. നിനക്ക് വിഷയമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് സഹായിക്കാമോ? ഡു യു നീഡ് ഹെൽപ്പ്? നോ ഐ എം ഗുഡ്, താങ്ക്സ് ഫോർ ആസ്കിങ്. യെസ് പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. വാട്ട് ഡു യു ഡു എവറി ഡേ? നീ സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും? ഐ ലിസൺ ടു മ്യൂസിക് ആൻഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഞാൻ പാട്ട് കേൾക്കും, ക്രിക്കറ്റ് കളിക്കും, ഇതൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. വാട്ട് ഡു യു ഡു എവറി ഡേ? ഐ ലിസൺ ടു മ്യൂസിക് ആൻഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ടുഡേ? നീ ഇന്ന് എന്നാ ചെയ്യാനോ ഉദ്ദേശിക്കുന്നത്? എന്നാ ചെയ്യാണ്ടിരിക്കും ഇന്നത്തെ പരിപാടി എന്നാണോ? ഐ എം നോട്ട് ഷുവർ ഇറ്റ്. ഇതുവരെ തീരുമാനിച്ചില്ല കേട്ടോ. വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ടുഡേ? ഐ എം നോട്ട് ഷുവർ ഇറ്റ്. വാട്ട് ആർ യു പ്ലാനിങ് ഫോർ ആഫ്റ്റർ വർക്ക്? പണി കഴിഞ്ഞ്, ഇന്നത്തെ ജോലി കഴിഞ്ഞ് എന്നാ ചെയ്യാനിരിക്കുകയാണ്? ഐ എം ഗോയിങ് ഷോപ്പിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ കൂട്ടുകാരോടെ ഷോപ്പിങ്ങിന് പോവാണ്. വാട്ട് ആർ യു പ്ലാനിങ് ഫോർ ആഫ്റ്റർ വർക്ക്? ഐ എം ഗോയിങ് ഷോപ്പിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. ആർ യു ഫ്രീ ടുമോറോ? നാളെ ഫ്രീ ആണോ? നാളെ ചുമ്മാ ഇരിക്കുകയാണോ? യെസ് ഐ എം. ഇനിയിപ്പോൾ ഐ എം ഫ്രീ ടുമോറോ എന്ന് പറയേണ്ട ആവശ്യമില്ല. യെസ് ഐ എം എന്ന് പറഞ്ഞാൽ മതി. ആർ യു ഫ്രീ ടുമോറോ? യെസ് ഐ ആം. വിൽ യു ജോയിൻ മീ ഫോർ എ കോഫി? ഒരു കാപ്പി കുടിക്കാൻ വരുന്നോ? ഐ വുഡ് ലവ് ടു, താങ്ക് യു. പിന്നെ ഞാൻ വരാം കേട്ടോ. ഐ എം സോറി, ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് ഹാവ് ടൈം. അയ്യോ സോറി കേട്ടോ, എനിക്ക് സമയമില്ലേ, അതുകൊണ്ടാണ്. വിൽ യു ജോയിൻ മീ ഫോർ എ കോഫി? ഐ വുഡ് ലവ് ടു, താങ്ക്സ്. സോറി, ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് ഹാവ് ടൈം. കുഡ് വി ഹാവ് ലഞ്ച് ടുഗദർ ടുഡേ? നമുക്കിന്ന് ഒന്നിച്ച് ഉച്ചഭക്ഷണം കഴിച്ചാലോ? വിത്ത് പ്ലഷർ. തീർച്ചയായിട്ടും. ഐ വുഡ് ലവ് ടു, ബട്ട് ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ്. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ സമയമില്ല കേട്ടോ, അതുകൊണ്ടാണേ. കുഡ് വി ഹാവ് ലഞ്ച് ടുഗദർ ടുഡേ? With pleasure. I would love to, but I am very busy at the moment. Would you like to have dinner with me? നമുക്ക് ഒന്നിച്ച് അത്താഴം കഴിച്ചാലോ? Yes, that would be nice. തീർച്ചയായിട്ടും. Would you like to have dinner with me?
Yes, that would be nice. Where do you want to go? എവിടെ പോകണമെന്നാണ് നീ ഇരിക്കുന്നത്, നീ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിനക്ക് എവിടെ പോകണം? I would like to go to an Indian restaurant. നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാലോ? Where do you want to go? I would like to go to an Indian restaurant. Would you like to come to the cinema with me tonight? എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് വരുന്നു ഇന്ന് രാത്രിയിൽ. Sure, I would love to. തീർച്ചയായിട്ടും വരാം. Sorry, I can't. I've got other plans. അയ്യോ, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ടേ. Would you like to come to the cinema with me tonight? Sure, I would love to. Sorry, I can't. I've got other plans. Would you like to play cricket this weekend? ക്രിക്കറ്റ് കളിക്കാൻ വരുന്നോ ഈ ആഴ്ചയിലെ അവസാനം? That would be great. തീർച്ചയായിട്ടും അത് നല്ലൊരു ഐഡിയ. I would like to, but I'm not free this weekend. വരണമെന്നുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് സമയമില്ല, ഞാൻ ഫ്രീ അല്ല ഈ ആഴ്ച അവസാനത്തിൽ. Would you like to play cricket this weekend? That would be great. I would like to, but I'm not free this weekend. Have you been waiting long? ഒത്തിരി സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്നെ. I have only just arrived. ഞാനിപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ. Only a few minutes. കുറച്ച് ഒരു 2-3 മിനിറ്റ് ആയതേ ഉള്ളൂ. Have you been waiting long? I have only just arrived. Only a few minutes. How do you get to the work? I usually drive my car. എങ്ങനെയാണ് സാധാരണ ജോലിക്ക് പോകുന്നത്? ഞാൻ സാധാരണ കാറിലാണ് പോകുന്നത്. How do you get to the work? I usually drive my car. Is it close to the railway station? Railway station അടുത്താണോ? Yes, it's very close. അടുത്താണ്, വളരെ അടുത്താണ്. Is it close to the railway station? Yes, it is very close. How long does it take? എത്ര സമയം എടുക്കും? It takes half an hour. അരമണിക്കൂർ എടുക്കും. How long does it take? It takes half an hour. How often do you ride the bike? എപ്പോഴൊക്കെയാണ് ബൈക്ക് ഓടിക്കുന്നത്? Once in a while. ഇടയ്ക്കൊക്കെ ഓടിക്കും. How often do you ride the bike? Once in a while. Could you tell me how to get to the police station, please? ഈ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് പോകുന്നത് പറഞ്ഞു തരാമോ? Take the second road on the right. നേരെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ റോഡുണ്ടല്ലോ വലതുവശത്തേക്കുള്ള, അതിലേ പോയാൽ മതി. Could you tell me how to get to the police station, please? Take the second road on the right. Excuse me, is there a bank near here? അടുത്ത് ബാങ്ക് വല്ലതും ഉണ്ടോ? Yes, there's a bank nearby. അടുത്തൊരു ബാങ്ക് ഉണ്ട്. I'm sorry, I don't know. Sorry, എനിക്കറിയത്തില്ല കേട്ടോ. Excuse me, is there a bank near here? Yes, there's a bank nearby. I'm sorry, I don't know. What's the best way to the museum? മ്യൂസിയത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി ഏതാ? Go across the bridge, turn right. It's on the left near to the supermarket. ബ്രിഡ്ജ് കടന്നങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വലത്തേക്ക് തിരിയുക. അവിടെ ഇടതുവശത്ത് സൂപ്പർ മാർക്കറ്റിന് അടുത്താണ് മ്യൂസിയം. യു കുഡ് ആസ്ക് ദി ബസ് ഡ്രൈവർ. ബസ് ഡ്രൈവറിനോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. What's the best way to the museum? Go across the bridge, turn right. It's on the left near the supermarket. You could ask the bus driver. Can I speak to Teresa, please? Teresa ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഫോണിലാ. Just a moment, please. ഒരു സെക്കൻഡ്. Speaking. അപ്പോൾ ട്രീസനെയാണ് ഫോൺ എടുത്ത്. അപ്പോൾ ട്രീസ പറയണം ഞാൻ തന്നെയാണെന്ന് പറയാൻ വേണ്ടി സാധാരണ വിദേശികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. സ്പീക്കിംഗ്. Certainly, I am Teresa. തീർച്ചയായിട്ടും ഞാൻ ട്രീസയാണ്. I'm sorry, Teresa is not here at the moment. അയ്യോ, ട്രീസ ഇവിടെ ഇല്ല കേട്ടോ ഇപ്പോൾ. She is not available right now. അയ്യോ, ഇപ്പോൾ ഇവിടെ ഇല്ലേ? Can I speak to Teresa, please? Just a moment, please. Speaking. Certainly, I am Teresa. I'm sorry, Teresa is not here at the moment. She is not available right now. When will she be back? അവൾ ഇപ്പോൾ വരും. She will be back in 20 minutes. When will she be back? She will be back in 20 minutes. Would you like to leave a message? എന്തെങ്കിലും പറയണോ ട്രീസയോടോ? Please ask her to call me back. എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. Would you like to leave a message? Please ask her to call me back. Did you get my message? എൻ്റെ മെസ്സേജ് കിട്ടിയായിരുന്നോ? Yes, I did. കിട്ടിയായിരുന്നേ. Oh yeah, I think I got something from you. എനിക്കൊന്ന് എന്തോ ഒരു കിട്ടിയെന്നാ കേട്ടോ. Did you get my message? Yes, I did. Oh yes, I think I got something from you. How long have you been working here? എത്ര നാളായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? I've been working here for 5 years. 5 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. How long have you been working here? I have been working here for 5 years. What time does the meeting start? Meeting എപ്പോൾ തുടങ്ങും? The meeting will start at 11 a.m. 11 മണിക്ക് തുടങ്ങും. Please be in time. ഇവിടെ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തിന് മുമ്പ് എത്തുന്നതിനാണ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ സമയത്ത് തന്നെ. ഇപ്പോൾ ഇവിടെ പറയാണ് മീറ്റിംഗ് 11 തുടങ്ങും, അതിന് മുമ്പ് എത്തണം. What time does the meeting start? The meeting will start at 11 a.m. Please be in time. What time does the meeting finish? എത്ര മണിക്ക് മീറ്റിംഗ് തീരും? The meeting will
finish at 1 p.m. 1 മണിയാകുമ്പോൾ മീറ്റിംഗ് തീരും. What time does the meeting finish? The meeting will finish at 1 p.m. Are you sick? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും രോഗമുണ്ടോ? Yes, I am. എനിക്ക് വയ്യ കേട്ടോ. No, I am absolutely fine. ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഒരു രോഗവുമില്ല. Are you sick? Yes, I am. No, I am absolutely fine. What are your symptoms? എന്താണ് ലക്ഷണങ്ങൾ? നമ്മൾ രോഗമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ എന്തൊക്കെയാണ് ലക്ഷണം? I've got a headache. എനിക്ക് തലവേദനയുണ്ട്. I've been feeling sick. എന്താണ് ഇതില്ല, ഭയങ്കര ക്ഷീണമാണ്, അസുഖമാണ്. What are your symptoms? I've got a headache. I've been feeling sick. How long have you been feeling like this? എത്ര ദിവസമായിട്ട് ഇങ്ങനെ തലവേദന അസുഖങ്ങളൊക്കെ ഉണ്ട്, അല്ല ഇങ്ങനെ എത്ര ദിവസമായിട്ടുണ്ട്? For 3 days. 3 ദിവസമായിട്ടുണ്ട്. How long have you been feeling like this? For 3 days. Are you on any sort of medication? അതായത് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഇപ്പം എന്നാണ് ചോദിക്കുന്നത്. No, I am not. ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല ഇപ്പം. Are you on any sort of medication? No, I am not. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.